ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൈരവി അമ്മയുടെ കാലിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിധി. ഇത് കണ്ടിട്ട് വസുന്ധരയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ഭൈരവി അമ്മയുടെ കാല് നിധി ഇങ്ങനെ തിരുമ്മി തിരുമ്മി ഒരുവിധമായി കേട്ടോ. ഭൈരവി അമ്മയാണെങ്കിൽ ഉറക്കത്തിലോട്ട് പോയിരിക്കുന്നു. എന്നാൽ ഈ സമയം സുഖം കൊണ്ട് തന്നെ താൻ ഇതൊന്നും അറിയാതെ ഭൈരവി അമ്മ കിടന്നിറങ്ങുമ്പോൾ നിധിയുടെ കൈ വല്ലാതെ വേദനിക്കുന്നു കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ കാല് തിരുമ്പിയിട്ടും തന്നോട് നിർത്താൻ പറയുമ്പോൾ മാത്രം നിർത്തിയാൽ മതി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഈ സമയം താൻ എങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കാണ്. എന്നാൽ ഗൗതമാണെങ്കിൽ തിരഞ്ഞു വരുന്നു കേട്ടോ. അപ്പോൾ ഗൗതം വരുമ്പോൾ തന്നെ നിധി ഒച്ചയുണ്ടാക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഗൗതം നിധിയോട് പറയുന്നുണ്ട്, നിധി നീ ഇത് ചെയ്യേണ്ട, അവർ ഉറങ്ങിയിരിക്കുന്നു, മതി, നിർത്തിയിട്ട് പോന്നേക്ക്. ഇല്ല, അവർ പറഞ്ഞത് എന്താണ്, അവർ നിർത്താൻ പറയുമ്പോൾ മാത്രം നിർത്തിയാൽ മതി. ഇനി ഇതിൻ്റെ പേരിലാവും വഴക്കുണ്ടാവില്ലേ, ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കണം, ഇതിൻ്റെ പേരിലായിരിക്കും ഇനി ഒരു പ്രശ്നം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് ഗൗതം പ്ലീസ് ഇവരിപ്പോൾ ഉണർത്തണ്ട, അപ്പോൾ കൂടുതൽ ഞാൻ തിരുമ്പേണ്ടി വരും, അതുകൊണ്ട് പോയിക്കോ എന്നും പറഞ്ഞു വിടുന്നു കേട്ടോ. ഇതെല്ലാം വസുന്ധര കണ്ടു നിൽക്കുകയാണ്. വസുന്ധരയാണെങ്കിലോ ഇത് തന്നെയാണ് തനിക്ക് കിട്ടിയ അവസരം, ഒരുവിധം അവൾ കിടന്ന് തിരുമ്പട്ടെ. അങ്ങനെ ഏകദേശം നേരം വരെ നിധി ഇത് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറങ്ങുന്നു, താൻ ഉറക്കത്തിലോട്ട് പോകുന്നു. എന്നാൽ വസുന്ധരയാണെങ്കിലോ പെട്ടെന്ന് നിധിയുടെ അരികിലോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധിയോട് പറയണേ, നീ ഇതുവരെ പോയി കിടന്നില്ലേ, നീ പോയി കിടന്നോ നിധി, ഞാൻ പറഞ്ഞോളാം ഭൈരവി അമ്മയോട്, യാതൊരുവിധ കുഴപ്പമില്ല, നീ കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയെ പറഞ്ഞു വിടുന്നു കേട്ടോ. അങ്ങനെ നിധി നിധി ഉറങ്ങാൻ വേണ്ടി ഗൗതമിൻ്റെ അരികിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ തന്നെ ഗൗതം ചോദിക്കുകയാണ്, നീ അവിടെ നിന്നും അവർ പറഞ്ഞിട്ടാണോ പോകുന്നത്? അപ്പോൾ തന്നെ അല്ല, എന്നോട് വസുന്ധര ആൻറ്റിയാണ് പറഞ്ഞത്. എങ്കിൽ അതിനുള്ള പണി നിനക്ക് മോളെ, നാളെ നേരം ഒഴുക്കുമ്പോഴേക്കും ഭൈരവി അമ്മയുടെ കയ്യിൽ നിന്നും കിട്ടുമെന്ന് പറയാം കേട്ടോ. ഇത് കേട്ടോടെ തന്നെ അതൊന്നും ഉണ്ടാവില്ല, നോക്കിക്കോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നിധി ആണെങ്കിലും അമ്പലത്തിലോട്ട് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ ഈ സമയം പുറത്ത് പോകണമെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിക്കണ്ടേ, അതുകൊണ്ട് തന്നെ പാറുവിൻ്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്. പാറുവിനോട് പറയണം, അമ്മേ ഞാനൊന്ന് അമ്പലത്തിൽ പോട്ടെ. അത് കേട്ടോടെ തന്നെ പാറു പറയണേ, ഇനി ഭൈരവി അമ്മയോട് ചെന്ന് ചോദിച്ചിട്ട് പോയിക്കോ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ മുകളിലായിരിക്കും ഇതിൻ്റെ മുകളിലായിരിക്കും ഇനി പ്രശ്നം വരാൻ ഇരിക്കുന്നതെന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ നിധി ഇത് ചോദിക്കാൻ വേണ്ടി ഭൈരവി അമ്മയുടെ അരികിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും വസുന്ധര വന്നിട്ട് പറയാണ്, ഭൈരവി അമ്മയോട് ഞാൻ പറഞ്ഞോളാം, നീ പോയിക്കോ അമ്പലത്തിലോട്ട്, നിനക്ക് പുറത്ത് പോകണമെങ്കിൽ നീ പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. പക്ഷേ അമ്പലത്തിൽ എന്ന് പറയുന്നത് കള്ളമായിരിക്കും കേട്ടോ. നിധിക്ക് അതിന് തൊട്ട് മുന്നേ ആയിട്ട് പാറുവിൻ്റെ കോള് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ അല്ല, നിർമ്മലയുടെ കോൾ വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നിർമ്മല ആസ്പത്രിയിൽ നിന്നും, മോളെ ഈ അമ്മയെ നീ മറന്നോ, ഈ അമ്മ മരണത്തിലോട്ട് പോകാമെന്ന് അറിഞ്ഞപ്പോൾ ഈ അമ്മയെ നീ കൈവിടുകയാണോ എന്ന് നിർമ്മല ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ല നീ ഇന്നലെ പോയിട്ട് പിന്നെ യാതൊരു വിവരവും നിൻ്റെ ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട്, ഇവിടെ ഭൈരവി അമ്മ വന്നതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, അതിനെന്താ വഴി, ഞാനിനി ഇല്ലല്ലോ, എൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് പറ്റുമോ, അത് വന്നാൽ നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ സമയം തന്നെ നിധി പറയാണ്, ഞാൻ എന്തായാലും പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗൗതം വരുന്നത് കാണുമ്പോൾ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നിർമ്മലയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിധിയുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നിധി ഈ കണ്ണിങ്ങനെ പതിയെ തുടക്കുകയാണ്. അപ്പോഴേക്കും ഗൗതം അങ്ങോട്ടേക്ക് വരികയാണ്. എന്തിനാ നിധി നീ കരഞ്ഞത്? ഒന്നുമില്ല, നീ എന്തോ കാര്യമായി വിഷമം നിൻ്റെ മനസ്സിലുണ്ട്, എന്താണെങ്കിലും നീ എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോൾ, ഇല്ല ഗൗതം ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. എന്നാൽ നീ എങ്ങോട്ടാണ് പോകാൻ ഒരുങ്ങുന്നത്? അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ടിനെ കാണണം, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ വിളിച്ചത്, അവിടെ ഒരാൾക്ക് വയ്യ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അവരെ കാണാനാണ്. എങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞ് ഗൗതം കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം നേരം വെളുത്ത് ഭൈരവിയമ്മ എണീക്കുമ്പോൾ നിധിയെ കാണുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ ഭൈരവിയമ്മ, അവൾ എണീറ്റ് പോയോ, അവൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്ന് എണീറ്റ് പോയത്? അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ, ഭൈരവിയമ്മേ ഞാനെന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം തോന്നരുത്, നിധി തന്നിഷ്ടക്കാരിയാണ്, അവൾക്ക് അവളുടേതായ ഒരു തീരുമാനമാണ്, ആരെന്ത് അവളോട് പറഞ്ഞിട്ടും കാര്യമില്ല.
അവളുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവളെ നമുക്കൊന്നും പിടിച്ചാൽ നിൽക്കില്ല എന്ന് പറയണം ഇതാണ് ഭൈരവ്യമേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന്. നിധിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവളുടെ തന്നിഷ്ടത്തിന് പോവും, തന്നിഷ്ടത്തിന് വരും. അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഓഹോ അവൾ അത്രക്കായോ, എന്നാൽ അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നും ഭൈരവിയമ്മ പറയുന്നു എന്നാൽ ഈ സമയം തനിക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെ തൻ്റെ മനസ്സിൽ തോന്നാണ്. ഇന്ന് അവൾക്ക് നല്ല കണക്കിന് കിട്ടും ഭൈരവിയമ്മയുടെ കയ്യിൽ നിന്ന്. അത് കാണാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് നിധി വരുന്നു. എന്നാൽ ഈ സമയം നിധി വന്ന പാടെ ഭൈരവിയമ്മ നിൽക്കവിടെ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നിധി ഒന്ന് ഞെട്ടി നിൽക്കാണ് ഈ സമയം ഭൈരവിയമ്മ ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ നിന്നും പോയത്? അത് കേട്ട ഉടൻ തന്നെ ഭൈരവിയമ്മയോട് വസുന്ധര എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും നീങ്ങ വന്ന നിധി, എന്നോട് കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധിയെ അങ്ങ് ഭൈരവിയമ്മ കൊണ്ടുപോകുമ്പോൾ നിധിയും അത് തന്നെയാണ് ആഗ്രഹിച്ചത്. ഭൈരവിയമ്മയെ മാറ്റി നിർത്തി സംസാരിക്കണമെന്നുള്ള ആഗ്രഹം അങ്ങനെ നിധിയെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവിടെ വസുന്ധരയ്ക്ക് വല്ലാത്തൊരു സന്തോഷമാവാണ്. റൂമിലോട്ട് കൊണ്ടുപോകുന്ന ഇനി കണക്കിന് കിട്ടാനായിരിക്കും. അപ്പോൾ ഈ പേടിയൊക്കെ ഈ പറയുന്ന നിർമ്മലയും പാറുവിൻ്റെയും ഗൗതമിൻ്റെയും പ്രണവിൻ്റെയൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ നിധിയെ മാറ്റി നിർത്തിയിട്ട് ഭൈരവിയമ്മ ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പറഞ്ഞതെന്താ? ഈ റൂമിൽ നിന്നും നീ ഇറങ്ങുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് വേണം എൻ്റെ കാല് തിരുമ്മൽ നിർത്തേണ്ടത്, എന്നോട് പറയണമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. എന്നിട്ട് നീ ആരോട് ചോദിച്ചിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്ന് പറയുമ്പോൾ നിധി പറയാണ്, ഞാൻ ഇറങ്ങിപ്പോയത് വസുന്ധരാമ്മയോട് ചോദിച്ചിട്ടാണ്. പച്ചക്കള്ള നീ എന്നോട് പറയുന്നോ എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ പറയാണ്, ഞാൻ പച്ചക്കള്ളം പറഞ്ഞതല്ല, ഭൈരവിയമ്മ പറയുന്നത് പോലെ എനിക്കിവിടെ ചെയ്യാൻ പറ്റില്ല. അതിന് വിലങ്ങുതടിയായി ഇവിടെ വസുന്ധര മാം ഉണ്ട് എന്ന് പറയണം വസുന്ധര ആൻറ്റി ഉണ്ട്. വസുന്ധര ആൻറ്റി എന്നെ വഴക്ക് പറയും. നീ വസുന്ധരയുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നില്ല എന്നാലോ ഞാനിവിടെ കേട്ടത്. അല്ല, വസുന്ധര ആൻറ്റിയെ പേടിക്കണം, ഞാനൊരു സത്യം കാണിച്ചു തരട്ടെ എന്നും പറഞ്ഞിട്ട് തൻ്റെ ആ കൊലപാതകത്തിൻ്റെ ആ വീഡിയോ ഉണ്ടല്ലോ, അതായത് വസുന്ധര ചെയ്യുന്ന ഗൗതമിനെ കുത്തുന്ന ആ കൊലപാതക വീഡിയോ അതങ്ങ് നിധി കാണിച്ചു കൊടുക്കണം ഇത് കാണുന്ന എന്താ ഈ കാണുന്നത്? വസുന്ധര ഒരാളെ കൊല്ലുമോ? അതെ, വസുന്ധര ആൻറ്റി എല്ലാവരെയും കൊല്ലും. അവരുടെ ഭാഷയ്ക്കനുസരിച്ച് നിന്ന് കൊടുത്തില്ലെങ്കിൽ അവർ ആളെ വിട്ടും പണം എറിഞ്ഞും ഓരോരുത്തരെയും കൊല്ലും. അതുകൊണ്ടാണ് ഭൈരവിയമ്മയെ ഞാൻ ഇന്നലെ കാല് തിരുമിയതും ഇന്ന് രാവിലെ ഞാൻ പുറത്തു പോവാൻ ഭൈരവിയമ്മയോട് ചോദിക്കണ്ട, എന്നോട് ചോദിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആകെ പേടിച്ചു പോവാണ് ഭൈരവിയമ്മ. ആഹാ, ഇവളാൾ കുഴപ്പമില്ലല്ലോ, ഇവൾ എന്നെ വെച്ച് കളിക്കുകയാണ്. ഈ ഭൈരവി അങ്ങനെ ആർക്കും കുത്തുന്നവളല്ല, എന്നാൽ അവൾ ഇന്ന് മുതൽ എൻ്റെ അടിമയായിരിക്കും, അതിനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം എന്നും പറയുന്നു ഇതേ സമയം പോയതുപോലെ ഇറങ്ങി വരുന്നു നിധി ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചതിന് ശേഷം ഇങ്ങനെ കരഞ്ഞും കൊണ്ട് ഭൈരവിയമ്മയോട് പറയുന്നുണ്ട്, ഒരിക്കലും ഭൈരവിയമ്മയെ നിങ്ങളെ പോലെ ഒരു മുത്തശ്ശി എനിക്കില്ല, എനിക്കെൻ്റെ അച്ഛൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊരു മുത്തശ്ശി ഉണ്ടാകുന്ന ഒരുപാട് ആഗ്രഹമാണ്. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്താണ് നിങ്ങളെ ഞാൻ കാണുന്നത്. എന്ത് പറഞ്ഞാലും ഭൈരവൻ പറഞ്ഞാൽ ഞാൻ വസുന്ധര ആൻറ്റി പറയുന്ന വാക്കുകൾ കേട്ട് എന്നെ ഒരിക്കലും സംശയിക്കാതിരുന്നാൽ മതി, അത് മാത്രം ചെയ്താൽ മതി. ഭൈരവിയമ്മ എന്ത് പറഞ്ഞാലും ഒരു ദിവസം ഉറക്കം ഒഴിച്ചിട്ടോ മുറ്റത്ത് പോയി നിൽക്കണം എന്നൊക്കെ പറഞ്ഞാലും ഞാനത് അനുസരിക്കും. പക്ഷേ വസുന്ധര ആൻറ്റിയുടെ വാക്കുകൾ കേട്ട് എന്നെ ദയവ് ചെയ്ത് ചോദ്യം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഭൈരവിയമ്മയ്ക്ക് ആകെ സങ്കടമാവണം ഇത്രയും ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് താൻ ദ്രോഹിച്ചത് എന്ന കുറ്റബോധം തൻ്റെ ഉള്ളിൽ വന്നു തുടങ്ങുകയാണ് എന്നാൽ ഈ സമയം നിധിയെ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ നിധി പുറത്തിറങ്ങുമ്പോൾ വസുന്ധര പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിധി കണ്ണൊക്കെ ഒന്ന് തുടച്ച് മുഖമൊക്കെ ഒന്ന് തുടച്ച് കവളൊക്കെ തുടച്ച് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. തനിക്കൊരു അടി കിട്ടിയതായ ഒരു ഫീൽ ഉണ്ടാക്കി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ആഹാ, അവൾക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട്, അതെന്തായാലും നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയമാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ പ്രണവ് ഇറങ്ങി വരുന്നത്. അപ്പോൾ പ്രണവിൻ്റെ മുഖമൊക്കെ ആകെ ടെൻഷനുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പാറു ഇങ്ങനെ നിധിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ? ഒന്നും ആയില്ല, അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി എന്തായാലും എന്നെ അവർ പക പോക്കില്ല, ഇനി പക പോക്കാൻ പോകുന്നത് വസുന്ധരയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം
അങ്ങനെ ഈ സമയം അങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നത് ഗൗതം ഇങ്ങനെ പ്രണവ് വരുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷനിലാട്ട പ്രണവ് വരുന്നത്. അത് കാണുന്നതിനോട് കൂടി എന്താ നിനക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, ഇന്നലെ ശിവാനി വിളിച്ചിരുന്നു, അതിന് നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവൾ വിളിച്ചോട്ടെ, അതിനെന്താ പ്രശ്നം? അവൾ ഇന്നലെ പറയുകയാണ് പത്രസമ്മേളനം വിളിച്ച് ഈശ്വരമംഗലം മൊത്തത്തിൽ പേരുദോഷം ഉണ്ടാക്കുന്നു. അവളുണ്ടാക്കിക്കോട്ടെ, നിനക്കെന്താ അത് വെച്ച് കുഴപ്പം? എന്താ ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണ? ശിവാനി വിളിച്ചു എന്ന് കരുതി നീ കുടിച്ച് മരിക്കാൻ പോവുകയാണ് ഇനി? കുടിച്ചെങ്കിലേ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുടിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞോടെ തന്നെ അവിടെ ഗൗതം പറയണേ, എടാ അവൾ പത്രസമ്മേളനം വിളിച്ച് കൂട്ടെങ്കിൽ കൂട്ടട്ടെ, അത് കാര്യം എളുപ്പമാകാൻ നല്ലതല്ലേ? നമുക്കും അതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അവളുടെ ഭാഗം മാത്രമല്ലല്ലോ ജനങ്ങൾ കേൾക്കാനിരിക്കുന്നത്, നമ്മുടെ ഭാഗവും കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ആർക്കാണ് പെരുദോഷം വരിക? അത് നീ ചിന്തിക്ക്. എടാ നീ ഇത്ര മണ്ടനായി പോകരുത് എന്നും പറഞ്ഞ് അങ്ങ് വഴക്ക് പറയുമ്പോൾ ഉടൻ തന്നെ അതിന് ഉത്തരം എന്താണ് പറയേണ്ടത് എന്ന് അറിയാതെ പ്രണവ് നിൽക്കുന്നു കേട്ടോ. പ്രണവിൻ്റെ മനസ്സിലോട്ട് ഒരു നല്ലൊരു ധൈര്യമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ വസുന്ധരയ്ക്ക് ഇപ്പുറത്ത് ഒരു കൊലപാതകി എന്ന പേരും നിധി ഇട്ട് കൊടുക്കുന്നു കേട്ടോ.